ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട്ക്രാഫ്റ്റിൻ്റെ UI മിക്സറുമായിട്ട് റൗട്ടർ കണക്ട് ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ സുഹൃത്തുക്കൾ എന്താ വെച്ചാൽ നമുക്ക് ഒരേ ടൈമിന് റൗട്ടറുമായിട്ടും കണക്ട് ചെയ്യണം, അതുപോലെ ലാൻ കേബിൾ വഴി കമ്പ്യൂട്ടറിന് കൊടുക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിന് ഐപാഡിൽ നമുക്ക് വൈഫൈ വഴി യൂസും ചെയ്യണം. ഇത് രണ്ടും ഇവിടെ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പറ്റും. നമുക്ക് റൂട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് ലാൻ കേബിൾ വഴി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ വഴിയും യൂസ് ചെയ്യാം, അതുപോലെ ഈ കേബിൾ വഴിയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അതാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് നമുക്ക് വേണ്ടത് 2 ലാൻ കേബിൾ വേണം. ഒന്ന് മിക്സറിൽ നിന്ന് റൂട്ടറിലേക്ക് കൊടുക്കണം, അതുപോലെ ഒന്ന് റൂട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്കും കൊടുക്കണം. ഞാൻ 2 കേബിൾ എടുത്തിട്ടുണ്ട്. ഞാൻ UIൻ്റെ എതർനെറ്റ് ഔട്ടിൽ നിന്ന് നേരെ റൂട്ടറിലേക്കൊരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ റൂട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു കണക്ഷൻ ഞാനിവിടെ കാണിക്കുന്നത് മാക്കിലാണ്. അപ്പോൾ എൻ്റെ മാക്കിലേക്ക് ഒരു ഔട്ട് കൊടുക്കുന്നുണ്ട്. അത് C പോർട്ട് ആയതിനാൽ ഞാനൊരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്കിലേക്ക് ആ കൺവേർട്ടർ കൊടുത്തിട്ട് ഞാൻ ലാന് അതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. TP ലിങ്കുമായിട്ടാണ് എൻ്റെ മിക്സർ കണക്റ്റ് ആയിട്ടുള്ളത്. ഈ TP ലിങ്ക് റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. ഞാൻ ഇവിടെ മിക്സർ അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് പല ആളുകളും പല അഡ്രസ്സായിരിക്കും ഇവിടെ കൊടുക്കുക. ഞാനിവിടെ കൊടുത്തത് 192.168.0.60 എന്ന IP അഡ്രസ്സാണ് കൊടുത്തത്. പലരും പല അഡ്രസ്സായിരിക്കും കൊടുക്കുക. ഏത് അഡ്രസ്സാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ ഇവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് കാണാം. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ കോൺഫിഗറേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഇവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിൻ, അതുപോലെ തന്നെ പാസ്വേഡും അഡ്മിൻ കൊടുക്കുക. ഞാൻ 2 അഡ്മിൻ എടുത്ത് സൈൻ ഇൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്സ് വരും. ഇതിൽ ലാൻ കോൺഫിഗറേഷൻ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത അഡ്രസ്സാണ് നോക്കേണ്ടത്. മിക്സറിൽ ഡിഫോൾട്ടായി വരുന്ന 10.2.1 ആണെങ്കിൽ അതായാലും മതി. അതിലും നമുക്ക് ഈ ലാൻ കേബിൾ വഴി കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ മിക്സറിൽ ഏതാണുള്ളത് അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തത് 192.168.0.60 എന്നുള്ള IP അഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇത് നോട്ട് ചെയ്തിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് നോക്കാം. അവിടെ കേരള വിഷൻ്റെ ഈ വൈഫൈ ആയിട്ടൊന്ന് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിക്സർ നമുക്ക് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. മിക്സർ ഡിസ്കണക്റ്റ് ആയി. ഇനി നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സിസ്റ്റം സെറ്റിങ്സിൽ ഇവിടെ കാണാം, പിന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുത്താൽ കാണാം USB 10/100 ലാൻ കാണാം. അതായത് ഇവിടെ ഡീറ്റെയിൽസ് കാണാം. ഡീറ്റെയിൽസ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിങ്ങനെ വരും. ഇതിൽ TCP/IP ചെയ്തിട്ട് ഇവിടെ മാനുവലി കൊടുക്കുക. മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10.10.2.5 ഉള്ളത്. ഈ അഡ്രസ്സും ചേഞ്ച് ചെയ്യണം. നമ്മൾ അവിടെ ലാസ്റ്റ് നോക്കിയ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. 192.168.0. ഈ ലാസ്റ്റത്തെ അത് നമ്മുടെ അവിടെ 60 ആണ് കൊടുത്തത്, 60 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 60 എന്നുള്ളത് 4 എപ്പോഴും ഇതിനോട് അപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് അഡ്രസ്സാണ് നിങ്ങളത് അതിനോടൊരു 4 അപ്പ് ചെയ്താൽ അങ്ങനെയാണ് അഡ്രസ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 60 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 64 കൊടുക്കുക. 64 IP അഡ്രസ്സ് കൊടുത്തിട്ട് ഓക്കെ. മിക്സർ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആയത് കാണാം. മിക്സർ ഇവിടെ ഈ കേബിളുമായിട്ട് നമ്മുടെ മിക്സർ മാക്കുമായി കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം കേബിൾ വഴിയാണ് കണക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ കാണാം USB ലാൻ കണക്റ്റഡ് മിക്സർ ഇവിടെ കണക്റ്റായി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേബിളിലാണ്. ഇനി വേണമെങ്കിൽ വൈഫൈ ഇപ്പോൾ നെറ്റിലാണുള്ളത്. ഞാൻ അതും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഡിസ്കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ വൈഫൈ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. വൈഫൈ ഇവിടെ ഓഫാണ്. മിക്സർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാം. ഇപ്പം കേബിൾ ആയിട്ടാണ് കണക്റ്റ് ആയിട്ടുള്ളത്. മിക്സറിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ റൗട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലാനിലേക്കാണ് കൊടുക്കേണ്ടത്, വാനിലല്ല. ലാനിൽ കൊടുക്കുക. അതുപോലെ ലാനിൽ നിന്ന് ഒരു ഔട്ട് എടുത്തിട്ട് നേരെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു കൺവേർട്ടർ വെച്ചിട്ടാണ് കൊടുത്തത്. സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്കാവുന്നത് കാണാം.
ഇതുപോലെ നമുക്ക് ഐപാഡൊക്കെ ഉണ്ടെങ്കിൽ ഐപാഡിൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്യാം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഐപാഡ് എടുത്തിട്ടുണ്ട്. ഇത് ഐപാഡിൽ ഞാനിവിടെ TP ലിങ്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മിക്സർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. UI മിക്സർ കൊടുക്കാം. വൈഫൈ വഴി ഐപാഡിൽ കണക്റ്റ് ആയിട്ടുണ്ട് മിക്സർ. ഇവിടെ കാണാം രണ്ട് വഴിയും കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാ മാക്കിൽ കണക്റ്റാണ്, കേബിൾ വഴി കണക്റ്റാണ്. ഇത് ഐപാഡിൽ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം, ഐപാഡിൽ വൈഫൈ വഴിയും കണക്റ്റാണ്. രണ്ടും കണക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് സൗണ്ട്ക്രാഫ്റ്റ് UI 24ലേക്ക് ഒരേ ടൈമിന് നമുക്ക് വൈഫൈ വഴിയും ലാൻ കേബിൾ വഴിയും കണക്ട് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫുൾ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.